മതി. നീ കണ്ടത് പലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷിക്കുക. പലസ്തീൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക. പറഞ്ഞ് 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 ആ ശ്രീ മതി. നീ കണ്ടത് പലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷിക്കുക. പലസ്തീൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക. പറഞ്ഞ് 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 ശ്രീ. ഇന്നലെയായിരുന്നു നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുമൊക്കെ ഈ വിദ്യാരംഭം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിജയദശമി ദിനത്തിൽ അറിവ് നുകരുന്നതുമായി ബന്ധപ്പെട്ട ആദ്യാക്ഷരം കുറിക്കുന്ന പരിപാടികൾ പല വീടുകളിലും പല ആരാധനാലയങ്ങളിലും അതുപോലെ പലയിടങ്ങളിലും സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആദ്യാക്ഷരം കുറിക്കലാണ് ഇന്നലെ കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള പ്രിയേശി എന്ന് പറയുന്ന ഒരു സഹോദരൻ തൻ്റെ മകളായിട്ടുള്ള നിളാലക്ഷ്മിക്ക് ആദ്യാക്ഷരം കുറിച്ചു കൊടുത്തത് ഗസ എന്നാണ്. ഇത് കാണുമ്പോൾ പലർക്കും കുരുപൊട്ടും അവരുടെ ചീഞ്ചലങ്ങൾ പൊട്ടിയൊലിക്കും ഇത് കാണുമ്പോൾ. കാരണം തൻ്റെ മകൾ നിളാലക്ഷ്മിക്ക് ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കുന്നത് സ്വന്തം അച്ഛൻ പ്രിയേശാണ്. ആ ആദ്യാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഗസ എന്നുള്ള ഒരു വാക്കാണ്. അവിടെയും തീർന്നില്ല, അതിൻ്റെ കൂടെ കൂട്ടി എഴുതി ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷ വേണം എന്ന് തൻ്റെ മകളെ, തൻ്റെ പിഞ്ചോമനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മടിയിലിരുത്തിക്കൊണ്ട് ആ അച്ഛൻ ചെയ്തത് ഇതുപോലെ തൻ്റെ മകളുടെ പ്രായമുള്ള, തൻ്റെ മകളെക്കാൾ പ്രായം കുറഞ്ഞ, തൻ്റെ മകളുടെ സമപ്രായക്കാരായിട്ടുള്ള, തൻ്റെ മകളെക്കാളോ 1-2 മാസം പ്രായം കൂടുതലുള്ള, അതായത് പിഞ്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള സ്കൂളിൻ്റെയും അക്ഷരത്തിൻ്റെയും മുറ്റത്തേക്ക് പടി കടന്ന് ചവിട്ടേണ്ട എത്രയധികം കുരുന്നുകളാണ് ഇസ്രായേലിൻ്റെ കിരാതമായ ബോംബിങ്ങിലൂടെ അവരുടെ ജീവിതം തകർന്ന് തരിപ്പണമാകുന്നത്. അവിടെയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ എന്ന് പറയുന്നവർ, ലോകമെമ്പാടുമുള്ള മനുഷ്യർ, ഈ വാക്ക് നിങ്ങൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം. ലോകമെമ്പാടുമുള്ള മനുഷ്യർ, അവിടെ ആരുടെയും മതമോ ജാതിയോ നിറമോ രാജ്യമോ മറ്റൊന്നും ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യത്വം എന്നുള്ള ഒരു പരിഗണന മാത്രം നൽകിക്കൊണ്ട് ഈ ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഫലസ്തീനു വേണ്ടി, ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഫലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി പ്രതിഷേധങ്ങളും ശബ്ദങ്ങളും ഉയർത്തിക്കൊണ്ട് അവരുടെ ഒരു നേരത്തെ വിശപ്പടക്കുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു സുമൂദ് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ, അതായത് അവർ കടൽ മാർഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 50-ലേറെ വരുന്ന ബോട്ടുകൾ, യാട്ടുകൾ ഒക്കെ ഈ പറയുന്ന ഫലസ്തീൻ്റെ ഗസയിലെ തീരത്തേക്ക് അവർക്ക് വേണ്ട ഭക്ഷണം, വെള്ളം, മരുന്നുകൾ, അങ്ങനെ അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളുമായി 52ഓളം വരുന്ന ഈ പറയുന്ന യാട്ടുകളും ഈ പറയുന്ന ബോട്ടുകളും ഒക്കെ യാത്ര തിരിച്ച് കഴിഞ്ഞ ദിവസം ആ ഫലസ്തീനിൻ്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കാൻ അടുത്തപ്പോൾ അവിടെ ഇസ്രായേലിൻ്റെ കിരാതമായ നടപടിയെ നമ്മൾ കണ്ടു. ഇസ്രായേലിൻ്റെ സൈന്യം, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സൈന്യം വന്നിട്ട് ഈ ബോട്ടുകളൊക്കെ പിടിച്ചെടുക്കുകയും അവർക്ക് നേരെ ആക്രമണം, ഈ ബോട്ടുകൾക്ക് നേരെ പോലും, ഫലസ്തീന് സഹായം എത്തിക്കുന്ന ബോട്ടുകൾക്ക് നേരെ പോലും, ഗസയുടെ മണ്ണിലേക്ക് സഹായം എത്തിക്കുന്ന, ഒരു തുള്ളി വെള്ളം എത്തിക്കുന്ന, ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുന്ന ഈ ബോട്ടുകൾക്ക് നേരെ പോലും ഈ ഇസ്രായേൽ അതികിരാതമായ ആക്രമണം അഴിച്ചുവിടുന്നതും നമ്മൾ കണ്ടു. അപ്പോഴും നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഫലസ്തീൻ്റെ മക്കളുടെ കൂടെയല്ലേ ആര് പോലും NDAയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പോലും
ഫലസ്തീന്റെ മണ്ണിന്റെ കൂടെയായിരുന്നു, ഫലസ്തീന്റെ മക്കളോടൊപ്പമായിരുന്നു. പിന്നെ എപ്പോഴാ കാര്യങ്ങൾ മാറി മറിഞ്ഞത്? പിന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഈ രാജ്യത്ത് സംഘ് പരിവാർ എന്ന ശക്തിയുടെ വലിയ തോതിലുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി അധികാരത്തിലേറിയതിൽ പിന്നെ ഇന്ത്യ രാജ്യത്തിന്റെ വിദേശ നയം പോലും മാറ്റി എഴുതപ്പെട്ടു എന്നുള്ളതാണ്. അവർ ഇതുവരെ ഇന്ത്യ രാജ്യം ഫലസ്തീന്റെ കൂടെ നിലനിന്നപ്പോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ ആ നയം മാറി. അത് പിന്നീട് അങ്ങോട്ട് ഇസ്രായേലിന്റെ കൂടെയായി. ഈ രാജ്യത്തെ സംഘ് പരിവാറുകാർ എന്നും ഇസ്രായേലിന്റെ കൂടെയായിരുന്നു, ഡൊണാൾഡ് ട്രംപിന്റെ കൂടെയായിരുന്നു, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൂടെയായിരുന്നു. ക്രിസംഖികൾ എന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൂടെയായിരുന്നു, ഈ ഇസ്രായേലിന്റെ കൂടെയായിരുന്നു. അവരാരും പലസ്തീന്റെ മക്കളുടെ കൂടെയല്ല. അവിടെയാണ് പ്രിയേഷും നിളമോളും നിളാലക്ഷ്മിയും വ്യത്യസ്തരാവുന്നത്. തൻ്റെ മകൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ അയാൾ തിരഞ്ഞെടുത്ത ആ വാക്കുണ്ടല്ലോ, ഗസ എന്ന് പറയുന്നത്, അത് നിലപാടിന്റെ, അതിജീവനത്തിന്റെ, ആത്മധൈര്യത്തിന്റെ, തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ തങ്ങൾ ജനിച്ചു വീണ മണ്ണിന് വേണ്ടിയും തങ്ങളുടെ ജീവന് വേണ്ടിയും പോരാടുന്ന ഗസ എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് പ്രിയേഷ് തിരഞ്ഞെടുത്തത്. വളരെ അഭിനന്ദനം സഹോദര. നിങ്ങളെ ഇതുവരെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല, ഇനി കാണാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല. നിങ്ങളെ യാതൊരുവിധ പരിചയവുമില്ല. ബട്ട് ഈ ഒരു വീഡിയോയിലൂടെ മാത്രമാണ് താങ്കളെ അറിയുന്നത്, താങ്കളുടെ പൊന്നുമോൾ നിളാലക്ഷ്മിയെയും അറിയുന്നത്. താങ്കൾ തിരഞ്ഞെടുത്ത വഴി, താങ്കളുടെ പ്രതിഷേധം അറിയിക്കാൻ താങ്കൾ തിരഞ്ഞെടുത്ത വഴി അതൊരു നിലപാടിന്റെ നട്ടെല്ലിന്റെ വഴിയായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ലോകമൊന്നടങ്കം ഫലസ്തീനു വേണ്ടി, ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തിന്? ബ്രിട്ടനും ഫ്രാൻസും കൊളംബിയയും ബ്രസീലും സ്പെയിനും ബാഴ്സലോണയും ഇറ്റലിയും, അങ്ങനെ ലോകത്തിന്റെ എല്ലാ വിവിധ ഘട്ടങ്ങളിലുള്ള എല്ലാവരും ഒരാളും മാറി നിൽക്കുന്നില്ല. മാറി നിൽക്കുന്നവർ വളരെ തുച്ഛമായ ആളുകൾ മാത്രം. അവരുടെ പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി കൊടുത്ത ബ്രിട്ടൻ പോലും ഇന്ന് ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇത്രയും കാലം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൂടെയും ഇസ്രായേലിന്റെ കൂടെയും നിലകൊണ്ടിരുന്ന ഫ്രാൻസും ഇമ്മാനുവൽ മാക്രോണും ഇന്ന് ഫലസ്തീന്റെ കൂടെ നിലകൊള്ളുന്നു. അങ്ങനെ ലോകമെല്ലാം ഒന്നടങ്കം ഈ ഫലസ്തീന്റെ കൂടെ നിലകൊള്ളുമ്പോൾ, കഴിഞ്ഞ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സുമൂദ് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഈ ഒരു സംഘം, ഈ പറയപ്പെടുന്ന ഈ ഒരു സഹായ ഹസ്തവുമായിട്ട് കടലിലൂടെ ഫലസ്തീന്റെ മണ്ണിനെ ലക്ഷ്യമാക്കി, ഗസയെ ലക്ഷ്യമാക്കി അവർ നീങ്ങിയപ്പോ അതിൽ ഇറ്റലിയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, ബാഴ്സലോണയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, സ്പെയിനിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, കൊളംബിയയിൽ നിന്നുള്ളവർ, ബ്രസീലിൽ നിന്നുള്ളവർ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ. അവരാരും മുസ്ലിം ആയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ഗസ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെയോ മുസ്ലിമിൻ്റെയോ മാത്രം പ്രശ്നമല്ല. ഗസ എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്. അവിടെയാണ് പ്രിയേഷിനെ പോലെയുള്ള സ്വന്തം മകളെ മടിയിലിരുത്തി തന്നും പൊന്നാര മോളെ നെഞ്ചോട് ചേർത്ത് ഇരുത്തിക്കൊണ്ട് പ്രിയേഷ് കുറിച്ച ഗസ എന്ന് പറയുന്ന ആ വാക്ക് വളരെ വ്യത്യസ്തമാകുന്നത്, വളരെ ശ്രദ്ധയാകർഷിക്കുന്നത്. ഈ നിലപാടിനൊപ്പം നിൽക്കാൻ നമ്മുടെ നാട്ടിൽ ട്രംപിനോ നരേന്ദ്രമോദിക്കോ സംഘ് പരിവാറിനോ സാധിക്കുന്നില്ല. മറ്റാരാണ് ഇതിനോടൊപ്പം നിൽക്കാത്തത്? ഇവർ മാത്രമല്ലേ ഇതിനോടൊപ്പം നിൽക്കാത്തതുള്ളൂ. ട്രംപ് ഈ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കൻ ജനത മൊത്തം ഇസ്രായേലിന്റെ കൂടെയാണോ എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? അമേരിക്കയുടെ പല ഭാഗങ്ങളിലും നടക്കുന്ന പ്രതിഷേധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും പലസ്തീന്റെ കൂടെയാണ്, ഗസയിലെ മക്കളോടൊപ്പമാണ്. ഈ ഗസയ്ക്ക് വേണ്ടി ആദ്യം പോരാട്ടം ആരംഭിച്ചത് എവിടെ വെച്ചാ? അത് ഈ അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചിട്ടാണ്. അവിടെയാണ് ഈ പ്രതിഷേധങ്ങളുടെ ഇരമ്പം തുടങ്ങുന്നത്, ഈ അമേരിക്കയുടെ മണ്ണിലാണ്. അപ്പൊ അമേരിക്ക ഇസ്രായേലിനൊപ്പമായിരിക്കാം, ട്രംപ് ഇസ്രായേലിനൊപ്പമായിരിക്കാം, എന്നാൽ അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങൾ അവർ ഇസ്രായേലിന്റെ കൂടെയല്ല, അവർ ഫലസ്തീന്റെ കൂടെയാണ്. നരേന്ദ്രമോദിയും സംഘ് പരിവാരവും ഇസ്രായേലിന്റെ കൂടെയായിരിക്കാം. ബട്ട് എന്ന് കരുതി ഇന്ത്യയിലെ ജനങ്ങൾ ഈ പറയുന്ന ഇസ്രായേലിന്റെ കൂടെയാണോ? എന്തിന്? യഥാർത്ഥത്തിലുള്ള ജൂതന്മാർ പോലും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നില്ല.
അവർ ഫലസ്തീന്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്നാൽ ഫലസ്തീന്റെ മക്കൾ പോരാടുന്നതോ ഗസയ്ക്ക് വേണ്ടി, ഗസയിലെ തങ്ങൾ ജനിച്ച് വളർന്ന ആ ഭൂമിക്ക് വേണ്ടി അവർ പോരാടുന്നു. കയ്യിലൊന്നുമില്ല, ആയുധങ്ങളില്ല, ഒന്നുമില്ല. കല്ലെടുത്തെറിയാൻ പോലും ശേഷിയില്ലാത്ത ഫലസ്തീനിലെ മക്കൾ. എന്താ കാരണം? ഭക്ഷണമില്ല, വെള്ളമില്ല, പട്ടിണിയാണ്. എന്നിട്ടും ഫലസ്തീനിലെ മക്കളെ തുടച്ചു നീക്കാൻ, ഗസയെ കീഴ്പ്പെടുത്താൻ ഈ നിമിഷവും, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷവും ഇസ്രായേലിന് സാധിക്കാത്തതിൻ്റെ 48 വർഷത്തിന്റെ മുകളിലായില്ലേ? 1948 തുടങ്ങിയതാണ് ഈ ഒരു കടന്നുകയറ്റം. ഇസ്രായേലികൾക്ക് കയറി കിടക്കാൻ ഒരിടം കൊടുത്ത മണ്ണ് അത് ഫലസ്തീനാണ്. ഇപ്പോ ഫലസ്തീന്റെ മക്കളെ ആ മണ്ണിൽ നിന്ന് ആട്ടിയിറക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അലയൊലി ഉയരുകയാണ്. മനുഷ്യരെന്ന രീതിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഇസ്രായേലിന്റെ കൂടെ നിൽക്കാൻ കഴിയും? എങ്ങനെ ഗാസയിൽ പിടിഞ്ഞു വീഴുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും? കേരളത്തിലും നമ്മുടെ നാട്ടിലും വിവിധ ഭാഗങ്ങളിൽ ഈ ഐക്യദാർഢ്യം, ഗസയുടെ മക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പല പരിപാടികളും പലരുടെ നേതൃത്വത്തിലും, കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലും നമ്മൾ പരിപാടികൾ നടത്തുന്നത് നമ്മൾ കണ്ടു. മുന്നിൽ നിൽക്കുന്നത് ആരും മതം നോക്കിയിട്ടല്ല, മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രൈസ്തവനാണോ, ജൂതനാണോ എന്ന് നോക്കിയിട്ടല്ല. മനുഷ്യനാണ്, പിഞ്ചു കുഞ്ഞുങ്ങളാണ് പിടഞ്ഞു വീഴുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഭക്ഷണവും വെള്ളവും മരുന്നുകളും ഒക്കെ തടഞ്ഞു വെച്ചുകൊണ്ട്, ഒന്നും ഗസയിലേക്ക് എത്താൻ അനുവദിക്കാതെ ഇസ്രായേൽ നടത്തുന്ന ഈ കിരാതമായ ആക്രമണത്തിനെതിരെ ലോകം എമ്പാടും ഒന്നിച്ചു നിന്ന് പ്രതിഷേധിക്കുന്നു. അതിൽ ഇപ്പോ പ്രിയേഷിന്റെ കൊച്ചുമകൾ പുന്നാരമോൾ നിളാലക്ഷ്മിയും അതിൻ്റെ ഒരു ഭാഗമാകുകയാണ്. പ്രിയേഷ് ഒരച്ഛനെന്ന നിലയിൽ, നട്ടലുള്ള ഒരച്ഛനെന്ന നിലയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം പ്രിയേഷ്.